PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP-UP മിഷൻ 2026-27 വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കൃത്യമായിട്ട് മിഷൻ LP-UP 2026-27 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ SCRT ആണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. SCRT സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്കറിയാം 5, 7, 9 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മാറിയ പാഠപുസ്തകങ്ങളാണ് പഠിക്കുന്നത്. അതിൽ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 10 ചാപ്റ്റേഴ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിനകത്ത് SCRT സോഷ്യൽ സയൻസ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള 10 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മൾ 11ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ മിഷനിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിയമവും സമൂഹവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിയമത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാഠത്തിൽ ആദ്യം പറയുന്നത്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറഞ്ഞാൽ. നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളെയുമാണ് എന്തെന്ന് വിളിക്കുന്നത്? നിയമം എന്ന് പറയുന്നത്. ഈ നിയമം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാണ് എന്ത്? നിയമം. നിയമത്തിൻ്റെ ചരിത്രത്തിന് BC 3000 വർഷം പഴക്കമുണ്ട്. BC 3000 വർഷങ്ങളോളം നിയമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പഴക്കമുണ്ട്. അപ്പോൾ ലോകത്തിലെ ആദ്യ നിയമസംഹിത എന്ന് പറയുന്നത് ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. അപ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നിയമസംഹിതയായിട്ട് കരുതപ്പെടുന്നത്. BC 1760 ലോകത്തിലെ ആദ്യ നിയമദാതാവാണ് ആര്? ഹമ്മുറാബി എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യ നിയമദാതാവ് ആരാണ്? ഹമ്മുറാബിയാണ്. സമൂഹജീവിയായ മനുഷ്യന് സമാധാനപരവും സുസ്ഥിരവുമായ ജീവിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പാലിക്കപ്പെടുന്നതുമായ പെരുമാറ്റച്ചട്ടങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പെരുമാറ്റ ചട്ടമാണല്ലേ. സമൂഹജീവിയാണ് മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അപ്പുറം ഒരു സമൂഹത്തിലെ ജീവി കൂടിയാണ്. സമൂഹത്തിലെ നിയമങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ എന്താകുന്നത്? ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. വ്യക്തി, സമൂഹം, രാഷ്ട്രം എന്നിവയ്ക്കിടയിൽ ഉണ്ടായേക്കാവുന്ന താല്പര്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളെയും സമീകരിച്ച് സുസ്ഥിര വ്യവസ്ഥ പുലർത്തുന്നതിനുള്ള ഉപാധി കൂടിയാണ് നിയമം. അപ്പോൾ വ്യക്തി, സമൂഹം, രാഷ്ട്രം എന്നിവയ്ക്കിടയിൽ ഉണ്ടാകിയേക്കുന്ന താല്പര്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും സമാഹരിച്ച് എന്താണ്? സുസ്ഥിര സാമൂഹ്യ വ്യവസ്ഥ പുലർത്തുന്നതിനുള്ള ഉപാധിയാണ് എന്തെന്ന് വിളിക്കുന്നത്? നിയമം എന്ന് പറയുന്നത്. ഏതൊരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് എപ്പോഴും എന്താ? ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ശില എപ്പോഴും നിയമങ്ങളാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളുന്നു. നിയമങ്ങൾ എപ്പോഴും എന്താണ്? വ്യക്തിഗത അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു സംരക്ഷണ കവചമായിട്ടാണ് നിലകൊള്ളുന്നത്. ഒരു സാമൂഹ്യ കൂട്ടായ്മയിൽ അതിൽ അംഗങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്ക് മേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിൽ അംഗങ്ങളുടെ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്ക് എന്താണ്? ഒരു ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും അവിടെ ആവശ്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായി സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകും. നിയമങ്ങൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ എന്താകുന്നുണ്ട്? അപകടത്തിലാക്കുന്നുണ്ട്. അതിനാൽ നിയമങ്ങൾ എപ്പോഴും എന്താണ്? ശിക്ഷാർഹമാണ്. അപ്പോൾ നിയമലംഘനം എപ്പോഴും എങ്ങനെയായിരിക്കും? ശിക്ഷാർഹം തന്നെയായിരിക്കും. നിയമങ്ങൾ പ്രധാനമായി 2 രീതിയിൽ രൂപപ്പെടുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ, വ്യവസ്ഥാചിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. അപ്പോൾ സാമൂഹിക വഴക്കങ്ങൾ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളും വ്യവസ്ഥാചിതമായിട്ടുള്ള സംവിധാനങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഇനി സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സാമൂഹ്യ സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യതമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയിലൂടെ അലിഖിത നിയമങ്ങൾ സാമൂഹിക വഴക്കങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു പ്രത്യേക സാമൂഹ്യ സംഘത്തിലോ
സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് ഇത് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതായി കൃത്യമായി എഴുതപ്പെടാത്തവയുമായിരുന്നു. അപ്പോൾ എന്താണ്, പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതായതിനാൽ കൃത്യമായി എഴുതപ്പെടാത്തവയും ആയിരുന്നു. സാമൂഹിക വഴക്കങ്ങൾ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയത്. അപ്പോൾ സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയും ഒക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത്, ഇവ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമങ്ങൾ, സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായിട്ട് എന്ത് ചെയ്തു, പരിഷ്കരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നിയമത്തിൻ്റെ ഉറവിടങ്ങൾ നിയമനിർമ്മാണ സഭ, ആരോഗ്യ വിദഗ്ധ നിർദ്ദേശങ്ങൾ, സാമൂഹിക വഴക്കങ്ങൾ, നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, പൊതുജന അഭിപ്രായം, കോടതി. അപ്പോൾ കോടതി ഉണ്ട്, നിയമനിർമ്മാണ സഭയുണ്ട്, ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളുണ്ട്, സാമൂഹിക വഴക്കങ്ങളുണ്ട്, നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങളുണ്ട്, പൊതു ജനാഭിപ്രായമുണ്ട്. കോടതിയൊക്കെ എന്താണ്, നിയമത്തിൻ്റെ ഉറവിടങ്ങളിൽ വരുന്നതാണ്. ഇനി നിത്യജീവിതത്തിൽ പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? പലതരം നിയമങ്ങൾ നിത്യജീവിതത്തിൽ പരിചിതമാണല്ലേ. ഗതാഗത നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, പ്രകൃതി സംരക്ഷണ നിയമം. അപ്പോൾ ഗതാഗത നിയമമുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്, ബാലാവകാശ നിയമമുണ്ട്, മനുഷ്യാവകാശ നിയമമുണ്ട്, വിവരാവകാശ നിയമമുണ്ട്, പ്രകൃതി സംരക്ഷണ നിയമം ഒക്കെ വിവിധ രീതിയിൽ എന്താണ് നിത്യജീവിതത്തിൽ പരിചിതമായിട്ടുള്ള നിയമങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, നിയമനിർമ്മാണ സഭകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ എപ്പോഴും നിർമ്മിക്കപ്പെടുന്നത്. ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായം തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാഷ്ട്രത്തെയാണ്. നമുക്ക് എന്താണ് രാഷ്ട്രം എന്ന് നോക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് എന്ന് വിളിക്കുന്നത് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ജനസംഖ്യ ഉണ്ട്, ഭൂപ്രദേശമുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, പരമാധികാരമുണ്ട്. അതൊക്കെ എന്താണ്? ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളിൽ പെടുന്നതാണ്. ഇനി രാജ്യത്തിന് മുഴുവനായി ബാധകമാകുന്ന നിയമങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റ് സംസ്ഥാനത്തിന് അധികാര പരിധിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ സംസ്ഥാന നിയമങ്ങളിലും നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിന് മുഴുവനായി ബാധകമാകുന്ന നിയമങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തിന് അധികാര പരിധിയിലുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സംസ്ഥാന നിയമസഭകളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് എന്താണ്, കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലിൽ കൂടിയും നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇനി റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് നോക്കാം. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്താണ്, അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമായി രഹിതമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. അപ്പോൾ റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളെയാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും റോഡ് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ കാൽനട യാത്രക്കാരും വാഹനം ഓടിക്കുന്നവരും റോഡ് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും.
ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റി. അപ്പോൾ ജയ്ക്കർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത്? ജയ്ക്കർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. നമ്മുടെ രാജ്യത്തെ വാഹന ഗതാഗതം റോഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ്. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. റോഡിൻ്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിലും അതിലൂടെ നടക്കുക. നടപ്പാതകൾ ഇല്ലെങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. രണ്ടുപേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. കാൽനട യാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്ര പാടില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം റോഡ് മുറിച്ചു കടക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക. സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാരും കടന്നു പോകാറുള്ള പച്ച വെളിച്ചം തെളിയുന്നവരെ കാത്തു നിൽക്കുക. കാൽനട യാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മേൽപ്പാലങ്ങൾ, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കാൽനട, അതായത് നമ്മൾ റോഡിലൂടെ നടക്കു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിട്ടേക്കുന്നത് കേട്ടോ. ഇനി നിയമവും സൈബർ ലോകവും. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് ഏത്? വിവര സാങ്കേതിക വിദ്യാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമം ഏതാണ്? വിവര സാങ്കേതിക വിദ്യാ നിയമം. ഇത് കൊണ്ടുവന്നത് 2000-ലാണ് കേട്ടോ. അപ്പോൾ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിലവിൽ വന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾക്കും നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന നിലവിൽ വന്ന നിയമമാണ് ഏത്? വിവര സാങ്കേതിക വിദ്യാ നിയമം എന്ന് പറയുന്നത്. ഇനി സൈബർ നിയമം പാസാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം. സിംഗപ്പൂറാണ് സൈബർ നിയമം പാസാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത്. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഇന്ത്യയാണ്. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഇന്ത്യയാണ്. സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2000-ലാണ്. ഒക്ടോബർ 17 2000-ലാണ് സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. IT ആക്ട് 2000 ഭേദഗതി ചെയ്തത് 2009 ഒക്ടോബർ 27-നാണ്. അപ്പോൾ ഒക്ടോബർ 27-നാണ് IT ആക്ട് 2009 ഭേദഗതി ചെയ്യപ്പെടുകയുണ്ടായി. IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് കേട്ടോ. അപ്പോൾ സൈബർ നിയമം പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ചോദിക്കുവാണെങ്കിൽ ഏതാ? സിംഗപ്പൂറാണ്. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ചോദിക്കുവാണെങ്കിലോ അത് ഇന്ത്യയാണ്. സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം 2000, അത് ഒക്ടോബർ 17 2000-ലാണ്. അത് എന്താണ് ഭേദഗതി ചെയ്തത് 2009 ഒക്ടോബർ 27-നാണ്. 2000-ൽ IT ആക്ട് വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ABJ വാജ്പേയി ആണ്. ഇനി IT ആക്ട് സെക്ഷൻ 66F സൈബർ ടെററിസം തടയുന്നതിനും സംബന്ധിച്ച വകുപ്പ്. ഇപ്പോൾ സൈബർ ടെററിസം തടയുന്നതിനും സംബന്ധിച്ച വകുപ്പാണ് സെക്ഷൻ 66F. സെക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിലുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണം 3 വർഷം തടവും 5 ലക്ഷം രൂപയുമാണ് പിഴ. സെക്ഷൻ 67A ഇലക്ട്രോണിക് രൂപത്തിലുള്ള ലൈംഗിക ദൃശ്യങ്ങളുടെ പ്രസിദ്ധീകരണമോ സംരക്ഷണമോ ചെയ്താൽ 5 വർഷം തടവും 10 വർഷം പിഴയുമാണ് ഇതിൽ വരുന്നത്. ഇനി സെക്ഷൻ 67Bയിലാണെങ്കിൽ അശ്ലീല ദൃശ്യങ്ങൾ നിർമ്മാണം, പ്രസിദ്ധീകരിക്കൽ, പ്രേരിപ്പിക്കൽ, കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തൽ, ഓൺലൈനിലൂടെ പ്രദർശിപ്പിക്കൽ, 5 വർഷം തടവ് 10 വർഷം രൂപ പിഴ. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 7 വർഷം തടവ് 10 ലക്ഷം രൂപ പിഴ. അപ്പോൾ ഇവിടെ IT ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് കൊടുത്തേക്കുന്നത്. സെക്ഷൻ 66F, 67, 67A, 67B എന്നിവയാണ് കേട്ടോ. ഇനി കുറച്ച് നിയമങ്ങളെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന്, വനസംരക്ഷണ നിയമം 1980. റിസർവ് വനം അങ്ങനെയല്ലാതാകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. അപ്പോൾ റിസർവ് വനം അങ്ങനെയല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാരിന് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണമെന്നാണ് വനസംരക്ഷണ നിയമം 1980 പരാമർശിക്കുന്നത്. ഇനി സേവന അവകാശ നിയമം 2012. ഈ നിയമത്തിലൂടെ സേവനം പൗരന്മാരുടെ അവകാശമായി മാറി. ഫലപ്രദവും സമയബന്ധിതവുമായ സേവന നിയമം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു. അപ്പോൾ ഈ നിയമത്തിലൂടെ സേവനം പൗരന്മാരുടെ അവകാശമായി മാറുകയും ഫലപ്രദമായും സമയബന്ധിതവുമായ സേവനം ഈ നിയമപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്?
ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭക്ഷ്യസുരക്ഷാ നിയമം 2013 വരുന്നത്. ഈ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷാ അലവൻസിനുള്ള വ്യവസ്ഥയുണ്ട്. അപ്പോൾ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണ വിതരണമോ ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷാ അലവൻസിനുള്ള വ്യവസ്ഥയുണ്ടെന്നാണ് ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. സുരക്ഷിതവുമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ബാലവേല നിരോധന നിയമമുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്, ബാലാവകാശ സംരക്ഷണ കമ്മീഷനൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് നൽകുന്ന അവകാശങ്ങളെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബാലവേല നിരോധന നിയമമാണ്. 1986 നിയമം വരുന്നത്. ബാലവേല നിരോധന നിയമം 1986 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് ബാലവേലയാണ്. 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ബാലവേലയാണ്. 2016 ഭേദഗതി പ്രകാരം 14-നും 18-നും ഇടയിൽ കൗമാരപ്രായക്കാർക്കും ബാലവേല നിന്ന് സംരക്ഷണം നൽകുന്നു. 16-നും 18-നും ഇടയിലുള്ള കൗമാരപ്രായക്കാർക്കും ബാലവേലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ 1986 വന്ന നിയമപ്രകാരം എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്ന ബാലവേലയാണ്. 2016 ഭേദഗതി പ്രകാരം 14-നും 18-നും വയസ്സിനിടയിലുള്ള കൗമാരപ്രായക്കാർക്കും ഇത് ഈ ഒരു ബാലവേല നിരോധന പ്രകാരം സംരക്ഷണം നൽകുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഈ നിയമം അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ സാർവത്രികവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. പഠനത്തിന് ആവശ്യമായ ചെലവ് വഹിക്കാൻ കുട്ടികൾക്ക് ബാധ്യതയില്ല. നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം എന്ന് സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂൾ അധികാരികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. 6 വയസ്സ് കഴിഞ്ഞ് കുട്ടി സ്കൂളിൽ പോകാത്ത അവസ്ഥയുണ്ടെങ്കിൽ കുട്ടിയുടെ വയസ്സിന് അനുയോജ്യമായ ക്ലാസ്സിൽ കുട്ടിയെ പ്രവേശിപ്പിക്കേണ്ടതുണ്ട്. കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടിക്ക് പ്രത്യേക പരിശീലനം നൽകണം. 14 വയസ്സ് കഴിഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കുട്ടിക്ക് അവകാശമുണ്ടായിരിക്കും. വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സൗകര്യമില്ലാത്ത സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കുട്ടിക്ക് മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റം ആവശ്യപ്പെടാനും കഴിയും. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. എന്താണ് ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ സംസ്ഥാന തലങ്ങളിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വന്നിട്ടുള്ളത്. ബാലനീതി നിയമം 2015 സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിന് 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. അപ്പോൾ സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിന് 2015 നിലവിൽ വന്ന നിയമമാണേത്? ബാലനീതി നിയമം എന്ന് പറയുന്നത് കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ബാലനീതി നിയമം 2015 വന്നിട്ടുള്ളത്. എന്നാണ് വന്നിട്ടുള്ളത്? 2015 ഈ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ നവംബർ 20 എന്താ? ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാ? നവംബർ 20. ജൂൺ 12 എന്താ? ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ ഏതാ? 1098 ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഏത്? പോക്സോ ആക്ട് 2012. ലിംഗപദവി വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നതിന് നിലവിൽ വന്ന നിയമമാണേത്? പോക്സോ ആക്ട് 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് ഈ പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചു കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചു കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14. 2012 നവംബർ 14 ഈ നിയമം നിലവിൽ വന്നത്.
പോക്സോ ആക്ടിൻ്റെ ഉദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളുടെ അശ്ലീല പുസ്തകങ്ങൾ കാണിക്കൽ, അവയെ ഉപയോഗിച്ചുള്ള ചിത്രം എടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നൊക്കെ എന്താണ് ഈ പോക്സോ ആക്ടിൻ്റെ ഉദ്ദേശങ്ങളാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, കുറ്റകൃത്യങ്ങൾ ബന്ധപ്പെട്ട അന്വേഷണ വിചാരണ നടപടികളിൽ ബാലസൗഹൃദ സമീപം ഉറപ്പുവരുത്തുക എന്നൊക്കെ എന്താണ് ഈ ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ആരാ? ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ജിറോ ബില്ലിമോറിയാണ് ഈ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്. 1996 ബോംബെയിലാണ് കേട്ടോ സ്ഥാപിക്കുന്നത്. ചൈൽഡ് ലൈൻ്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെൻറ് രാജ്യവ്യാപകമാക്കിയത് 98-99 കാലഘട്ടത്തിലാണ് ചൈൽഡ് ലൈൻ്റെ പ്രവർത്തനം രാജ്യവ്യാപകമാക്കി കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് നിയമവാഴ്ചയെക്കുറിച്ച് നോക്കാം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? നിയമവാഴ്ചയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും എങ്ങനെയാണ്? തുല്യരാണ്. ഇത് പറയുന്ന ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമവാഴ്ച എന്ന് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച എന്ന കോൺസെപ്റ്റ് കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവ്യവസ്ഥ ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനുമുള്ള സംവിധാനമാണ് ഏതൊക്കെ? പോലീസ് സ്റ്റേഷനുകൾ, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജാഗ്രത സമിതികളൊക്കെ എന്താണ്? സമൂഹത്തിൽ തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാകുമ്പോൾ വാഴ്ച ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനുമുള്ള സംവിധാനങ്ങളാണ്. ഇനി ക്രമസമാധാനമാണ് പോലീസിൻ്റെ ചുമതല. പോലീസിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്താ? ക്രമസമാധാനമാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുള്ള അധികാരം കോടതിക്കാണ്. അപ്പോൾ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം ആർക്കുള്ളതാണ്? കോടതിക്കുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ഏത്? സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി തലവൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. സഞ്ജീവ് ഖന്നയാണ്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നാണ് സുപ്രീം കോടതി അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ. സുപ്രീം കോടതി തലവൻ ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. ഇത് കറണ്ട് അഫെയർ ആണ് കേട്ടോ, ഓർത്തിരിക്കണേ. ഇനി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ കോടതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ കോടതികളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. സുപ്രീം കോടതിയാണ് ഏറ്റവും പരമോന്നത കോടതി. അത് കഴിഞ്ഞ് ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, പിന്നെ കീഴ്ക്കോടതി. നിയമത്തിന് പരമാധികാരം ഉറപ്പുവരുത്തുന്നത് എന്താണ്? കോടതിയുടെ മുഖ്യ ചുമതല. കോടതിയുടെ മുഖ്യ ചുമതല എന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതിയുടെ മുഖ്യ ചുമതലയായിട്ട് പറയുന്നത്. നിയമങ്ങൾ പാലിക്കുന്നതും കൊണ്ടാണ് നമുക്ക് സാമൂഹ്യ ജീവിതം സാധ്യമാക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു സാമൂഹ്യ ജീവിതം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിയമത്തെ പേടിയുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും എന്താണ് ഓരോ കുറ്റകൃത്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ പാലിക്കേണ്ട ഒരു കടമയാണെന്നൊക്കെ നമ്മളെ നമ്മുടെ ഉപബോധം മനസ്സിലേക്കായിരിക്കും ബോധം മനസ്സിലേക്ക് ഒരു അവബോധം വരുന്നത് എങ്ങനെയാണ്? ഈ നിയമങ്ങൾ കൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ നിയമങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. നിയമത്തെ പാലിക്കാത്തവരുമുണ്ട്. അങ്ങനെ പാലിക്കാത്തവർക്ക് കൃത്യമായിട്ടുള്ള നടപടി ശിക്ഷാക്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലവിലുമുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയാണ്. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഹൈക്കോടതി തലവൻ ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ് കേട്ടോ. നിതിൻ ജാംദർ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി
ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൊൽക്കത്തയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ്. ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിമിൻ്റെയാണ്. ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിമിൻ്റെ. അപ്പോൾ ഏറ്റവും പഴക്കമുള്ളത് കൊൽക്കത്തയുടെയും കൂടുതൽ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഗുവാഹത്തിയാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി സിക്കിമിലുമാണെന്നും ഓർക്കുക. ഇനി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മുൻസിഫ് കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന എവിടെയാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിലും സിവിൽ കേസുകൾ മുൻസിഫ് കോടതിയിലുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് തീരുകയാണ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിലെയും പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം ചെറിയ ചാപ്റ്റേഴ്സും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ചാപ്റ്റേഴ്സും ആയിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം ലെങ്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്ക് തീർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും അടുത്തത് പഠിക്കാൻ പോകുന്നത്. പക്ഷേ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഇനി പഠിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഴയത് തന്നെയായിരിക്കും ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ 7ാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 9 പഠിക്കും. 9 കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ 6ലേക്ക് വരിക. കാരണം 6 എന്ന് പറയുന്നത് പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പുതിയത് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത ക്ലാസ് മുതൽ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഓരോ ചാപ്റ്റേഴ്സും വെച്ച് പഠിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.